ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് SSLC എന്ന് പറയുന്ന ലൈഫിലെ, ജീവിതത്തിലെ, വിദ്യാഭ്യാസ ജീവിതത്തിലെ, കരിയറിലെ ഒരു ജംഗ്ഷനിൽ നിന്നും ഇനി എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നമ്മൾ ഈ ക്ലാസ്സിലൂടെ, ഈ സെഷനിലൂടെ നൽകുകയും അതോടൊപ്പം വിവിധ ഉപരിപഠന മേഖലകളും അവയുടെ പ്രത്യേകതകളും എന്തെന്നും അവയ്ക്ക് എങ്ങനെ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. മുഴുവൻ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി തെറ്റില്ലാത്തൊരു അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു തുടർ പഠന അവസരം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. SSLCക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതോടൊപ്പം പോളിടെക്നിക്, ITI തുടങ്ങിയ വിവിധ മേഖലകളാണ് നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് മുന്നിലുള്ളത്. ഇനി ഈ പറയപ്പെട്ട എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും സീറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിൽ ലഭ്യമായിട്ടുള്ളത് ആകെ ഉപരിപഠനങ്ങൾക്ക് 5,46,336 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുഴുവൻ സീറ്റുകളിലേക്കും ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഓൺലൈൻ ഓൺലൈനിലൂടെ മാത്രമേ നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും നൽകുന്ന അപേക്ഷ തെറ്റില്ലാത്ത അപേക്ഷയായിരിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക് തന്നെ, ഓരോ വിദ്യാർത്ഥിക്കും തന്നെയാണ്. ആര് അപ്ലോഡ് ചെയ്താലും, ആരാണത് ചെയ്യുന്നതെങ്കിലും തെറ്റില്ലാത്ത അപേക്ഷയാണ് എൻ്റേത് പുറപ്പെട്ടത് എന്ന് നാം തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത, ആദ്യമായി അപേക്ഷിച്ചു എന്നതിലല്ല കാര്യം, ഫസ്റ്റ് അപേക്ഷിക്കുന്നതിലല്ല കാര്യം, പക്ഷേ കറക്റ്റായിട്ടുള്ള അപേക്ഷ പോകുന്നു എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. നമുക്ക് വിശദമായി ഓരോ കോഴ്സുകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മേഖലയാണ്. ഇവിടെ 2 വർഷത്തെ കോഴ്സുകളാണുള്ളത്. അതോടൊപ്പം 10ാം ക്ലാസ്സിൽ 10 വിഷയങ്ങൾ പഠിച്ച് മറ്റു ഉപരിപഠനത്തിലേക്ക് പോരുന്ന വിദ്യാർത്ഥിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റേത് മേഖലയിലേക്കും വരുമ്പോൾ നിങ്ങൾക്കൊരു 10 സബ്ജക്റ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള 10 സബ്ജക്റ്റുകൾ ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്നതാണ്. കാരണം സബ്ജക്റ്റുകളൊക്കെ സ്പെഷ്യലൈസേഷനാണ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ ഈ വിഷയങ്ങളെ മുഴുവൻ 46 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്, 46 കോമ്പിനേഷനുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആകെ ഹയർ സെക്കൻഡറിയിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4,41,887 സീറ്റുകൾ വരുന്നുണ്ട്. അത് സയൻസ് കോമ്പിനേഷൻ, കൊമേഴ്സ് കോമ്പിനേഷൻ, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി സയൻസ് ഗ്രൂപ്പ് എന്താണ്, അവിടെ ഏതൊക്കെയാണ് വിഷയങ്ങൾ, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്ന് നമുക്ക് ലഘുമായിട്ടൊന്ന് പരിശോധിക്കാം. സയൻസ് സ്ട്രീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതുപോലെ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് മേഖല എന്ന് പറഞ്ഞാൽ, ഇത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അതുപോലെ തന്നെ റിസർച്ച് മേഖലകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കേണ്ട മേഖലയാണ് സയൻസ് മേഖല. ഇവിടെ ബയോളജി ആണ് എടുക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ, നേഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഈ മേഖലയിൽ വിശാലമായൊരു മേഖലയാണ്. ആ മേഖലയിലേക്കൊക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികൾ, ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾ ഈ മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമതായി വരുന്നത് കൊമേഴ്സ് മേഖലയാണ്. കൊമേഴ്സ് മേഖലയിൽ അക്കൗണ്ടിങ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളും അതോടൊപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ മാത്തമാറ്റിക്സോ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സോ മിക്സ് ചെയ്തുകൊണ്ടുള്ള 4 തരത്തിലുള്ള കോമ്പിനേഷനുകളാണ്. വിശദമായി നമുക്ക് പിന്നീട് പറയാം. അതുപോലെ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു കോമ്പിനേഷനാണ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ. ഇതിൻ്റെ ഉപരിപഠന സാധ്യത എന്ന് പറഞ്ഞാൽ കൊമേഴ്സിലൂടെ വന്നാൽ CA, CMA,
അതുപോലെ ACCA തുടങ്ങിയ മേഖലകളിലേക്കും MBA അക്കൗണ്ടിങ് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊമേഴ്സ് ഗ്രൂപ്പ് സ്വീകരിക്കുക. അതോടൊപ്പം ഹ്യൂമാനിറ്റീസ് മേഖലയിൽ വന്നാൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള മറ്റ് ഡിഗ്രികൾ, അതുപോലെ IIT, IIM, CUET പോലെയുള്ള എൻട്രൻസുകളും മറ്റു ഒരുപാട് തൊഴിൽ മേഖലകളും ഈ രണ്ട് ഗ്രൂപ്പുകളെയും കാത്തിരിക്കുന്നുണ്ട്. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് രണ്ട് ഗ്രൂപ്പുകാർക്കുമുണ്ട് എന്നാണ് നമുക്കിവിടെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുപോലെ മൂന്നാമത്തെ അടുത്ത മേഖല എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അവിടെയും 2 വർഷ കോഴ്സുകളാണ് നൽകുന്നത്. 35 തരം കോഴ്സുകളുണ്ട്. കേരളത്തിൽ 385 VHSCകളിലായി 33,030 സീറ്റുകളാണുള്ളത്. അവിടെയും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത വൊക്കേഷണൽ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അക്കാഡമിക് ആയിട്ടുള്ള ഒരു കോഴ്സിന് ഉപരിയായി ഒരു വൊക്കേഷണൽ ബേസിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തൊഴിലധിഷ്ഠിതമായ ഒരു സ്ട്രീമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലൂടെ നൽകുന്നത്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. 2 വർഷത്തെ കോഴ്സുകളാണ് നൽകുന്നത്. 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേരളത്തിൽ ഉണ്ട്. മറ്റൊരു മേഖല പോളിടെക്നിക് എഡ്യൂക്കേഷൻ ആണ്. സാങ്കേതികമായ ഒരു വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു മേഖലയാണ്. എഞ്ചിനീയറിംഗ്, BTech തുടങ്ങിയ ഡിഗ്രി ലെവൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഡിപ്ലോമ കോഴ്സുകളാണ് പോളിടെക്നിക്കിലൂടെ നൽകുന്നത്. 3 വർഷ കോഴ്സുകളാണ് പോളിടെക്നിക്കിലൂടെ നൽകുന്നത്. ഇത് പ്രാക്ടിക്കൽ എഞ്ചിനീയറിംഗ് സ്കില്ല് ഒരു വിദ്യാർത്ഥിക്ക് നേടിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടറുകളിലും അതുപോലെ മറ്റ് റെയിൽവേ പോലുള്ള മേഖലകളിലൊക്കെ ടെക്നിക്കൽ റോൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു കരിയർ ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയാണ് പോളിടെക്നിക് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോളിടെക്നിക്കൽ ഫീൽഡുകൾ സിവിൽ മേഖലയുണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഒരുപാട് നിരവധി മേഖലകളുണ്ട്. കേരളത്തിൽ ഗവൺമെന്റ് മേഖലയിലും എയ്ഡഡ് മേഖലകളുമായി 9,990 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. അതിനുശേഷം മറ്റൊന്നാണ് ഈ പോളിടെക്നിക് മേഖലയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ലെവലിലുള്ള കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നൽകുന്ന ITIകളിലൂടെ നൽകുന്ന കോഴ്സുകൾ. ഇവിടെയും നമ്മൾ പോളിടെക്നിക്കിൽ കണ്ടതുപോലെ ട്രേഡ് സ്കില്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇതൊരു ഷോർട്ട് ടേം കോഴ്സുകൾ മുതൽ അതായത് 6 മാസ കോഴ്സുകൾ മുതൽ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. 2 വർഷ കോഴ്സുകൾ വരെയുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ട്രേഡുകൾ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, മെക്കാനിക് അതുപോലെയുള്ള കോഴ്സുകൾ നിരവധിയുണ്ട്. 61,429 സീറ്റുകൾ വിവിധ ITകളിലായി കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ഇവിടെ equipped students to become skilled workers in various industries. ഡയറക്റ്റ് ആയിട്ട് ഒരു സ്കില്ല് നൽകിക്കൊണ്ട് തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് ITIകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഇതെല്ലാം വിവിധ മേഖലകളാണ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അവയുടെ വെബ്സൈറ്റുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വെബ്സൈറ്റുകളിലൂടെ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ പരിഗണിക്കേണ്ടത് എന്നായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഓരോ കോഴ്സുകളുടെയും കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയെക്കുറിച്ച് ഞാൻ ലഘുവായി സൂചിപ്പിച്ചു. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് അസസ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. എനിക്ക് ഏത് മേഖലയിലാണ് താല്പര്യമുള്ളത്, എനിക്ക് ഏത് മേഖലയിലാണ് അഭിരുചിയുള്ളത്, എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷനിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായി ആലോചിച്ചുകൊണ്ടോ അതുപോലെ ടീച്ചേഴ്സിൻ്റെയും
മറ്റ് ഈ മേഖലകളിൽ പഠിച്ചിറങ്ങിയവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഇങ്ങനെ ഗൈഡൻസ് നിങ്ങൾ എന്തായാലും തേടിക്കൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ എവിടെ എത്തണം, ആരാവണം, എന്താവണം എന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇവിടെ വളരെ നിർണായകമാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച്, ഫാമിലിയുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് നിങ്ങളിവിടെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ സ്കില്ല് പരിശോധിക്കണം, നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ പരിഗണിക്കണം. ഇനി ആ സ്ട്രെങ്തിൽ എവിടെയെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് കവർ ചെയ്യാനുള്ള ശ്രമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സും എടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ എടുക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ഉയർന്നു പോകാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഏത് സെലക്ട് ചെയ്താലും അവിടെ നിങ്ങൾ ഹാർഡ് വർക്കോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി പഠനത്തിൽ മുഴുകുകയും അവിടെ ഞാനൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നേടിയെടുക്കണം എന്ന വാശിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, പ്രാക്ടിക്കലിനെ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഹാർഡ് വർക്കാണ് വേണ്ടത്, ഡെഡിക്കേഷനാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സുകളും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളെ കുറിച്ച് പരിഗണിക്കാം. ഈ ഹയർ സെക്കൻഡറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗേറ്റ് വേ എന്ന് നമുക്ക് പറയാം. ഏത് മേഖലകളിലേക്ക് എത്തിച്ചേരാനുമുള്ള വിവിധ മേഖലകളിൽ ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും അതിനുള്ളൊരു ഗേറ്റ് വേ, പ്രവേശന കവാടമായിട്ട് നമുക്ക് ഹയർ സെക്കൻഡറി കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹയർ സെക്കൻഡറിയിലെ 3 ഗ്രൂപ്പുകളാണ്: സയൻസ് ഗ്രൂപ്പുകൾ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകൾ, കൊമേഴ്സ് ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമതായി സയൻസ് മേഖലയിൽ ഹയർ സെക്കൻഡറിയിൽ 1 മുതൽ 9 വരെയുള്ള കോഡ് നമ്പറുകളിലൂടെയാണ് ഈ ഗ്രൂപ്പുകളെ നാം തിരിച്ചറിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. എന്നാൽ മറ്റ് വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചാൽ ബയോളജിയും മാത്തമാറ്റിക്സും ഹോം സയൻസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ജിയോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും സൈക്കോളജിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ 9 കോമ്പിനേഷനുകളെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകളിൽ ഇതിലേതൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ താല്പര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഇതിന് അനുസൃതമായ ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ നിരവധിയാണ്. എക്കണോമിക്സ് പൊതുവായ ഒരു വിഷയമാണ് എല്ലാ ഗ്രൂപ്പുകളിലും. അതുപോലെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജോഗ്രഫി തുടങ്ങി വിവിധങ്ങളായ സബ്ജക്റ്റുകൾ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള കോമ്പിനേഷൻ 10ാമത്തെ നമ്പർ മുതൽ ആരംഭിക്കുന്നു. അതിനുശേഷം നമുക്ക് കൊമേഴ്സ് ഗ്രൂപ്പുകളൊന്ന് പരിശോധിക്കാം. 4 കോമ്പിനേഷനുകളാണ് ഇവിടെ കൊമേഴ്സിലുള്ളത്. 36, 37, 38, 39 ഇങ്ങനെ കാണാം. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. പിന്നെ വ്യത്യാസം വരുന്നത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയെ വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ രൂപത്തിലുള്ള കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് വിഷയ കോമ്പിനേഷനുകൾ ഏതെന്ന് മനസ്സിലാക്കുകയും ഇതിലേതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അതിനനുസൃതമായ ഒരു കോഴ്സ് ലഭ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി സ്കൂളുകളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ലഭ്യമായ സ്കൂളുകൾ 3 തരം സ്കൂളുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് സ്കൂളുകളാണ്, രണ്ടാമത്തേത് എയ്ഡഡ് സ്കൂളുകളാണ്, മൂന്നാമത്തെ കാറ്റഗറി അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. ഇവിടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഏകജാലകം വഴി ആണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇനി ഈ സ്കൂളുകളിൽ നടക്കുന്ന അലോട്ട്മെൻറ്റുകളെ, അഡ്മിഷൻ പ്രക്രിയയെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ അഡ്മിഷൻ പ്രക്രിയകൾ കാണാൻ കഴിയും. ഒന്ന് ജനറൽ കോട്ടയിൽ അഡ്മിഷൻ നടക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറി റിസർവേഷൻ കോട്ടയിലൂടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. മൂന്നാമത്തേത് സ്പോർട്സ് കോട്ടയിലൂടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇത് ഗവൺമെൻറ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിലും ഈ സിസ്റ്റം, ഈ 3 കോട്ടകളും നിലവിലുണ്ട്. ഇതിനു പുറമെ എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയിലൂടെയും നിശ്ചിത ശതമാനം സീറ്റുകൾ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഇനി അലോട്ട്മെന്റ് പ്രക്രിയയെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ആദ്യമായി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ ആദ്യമായി നടക്കാൻ പോകുന്ന ട്രയൽ അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് ലഭിക്കുമോ, എനിക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ട്രയൽ അലോട്ട്മെന്റിലൂടെ നടത്താൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങൾ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതുപോലെ എനിക്ക് ആ ഓപ്ഷനുകളിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് വരുത്താനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥിക്ക് ഒരു പുനർവിചിന്തനം നടത്തി ആവശ്യമായ ഭേദഗതികൾ വരുത്തുക എന്നതാണ് ട്രയൽ അലോട്ട്മെന്റിന്റെ ലക്ഷ്യം. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. അതുപോലെ രണ്ടാമത്തേത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഒന്നാമത്തെ അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും, സെക്കൻഡ് ഓപ്ഷനോ മറ്റ് ഓപ്ഷനുകളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ടെമ്പററി ആയി അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിനെയും തേർഡ് അലോട്ട്മെന്റിനെയും നേരിടാനുള്ള, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഓപ്ഷനിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ, ഫസ്റ്റ് ഓപ്ഷനിലേക്ക് ഒരു മാറ്റം ലഭിക്കുമോ എന്ന് കാത്തിരിക്കാനുള്ള അവസരം ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഉണ്ട്. തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ അലോട്ട്മെന്റ് ആണ്. ആ സമയത്ത് എവിടെയാണോ നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ തേർഡ് അലോട്ട്മെന്റ് അഥവാ മുഖ്യഘട്ടം മെയിൻ ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് ഫുൾ ട്രാൻസ്ഫറും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടക്കും. അതോടൊപ്പം സ്പോർട്സ് കോട്ടയിലോട്ടുള്ള അലോട്ട്മെന്റും ഇതോടൊപ്പം നടക്കും. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും അലോട്ട്മെന്റുകൾ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ അലോട്ട്മെന്റുകളിലൂടെയാണ് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നേരിടുന്നതിന് വേണ്ടി അപേക്ഷ കൃത്യമായി വളരെ കറക്റ്റായി പെർഫെക്റ്റായി ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് സ്കൂൾ ഓപ്ഷൻ. നമുക്ക് വേണ്ട സ്കൂളുകൾ ഏതൊക്കെ എന്ന് നാം തിരഞ്ഞെടുക്കുന്നു, അതിൻ്റെ കോഡുകൾ കണ്ടെത്തുന്നു, എന്നിട്ട് അവയെ നാം ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്കൂളുകളുടെയും സ്കൂൾ കോഡാണ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്, കോഴ്സുകളുടെ കോഡുകളാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കൂളുകളുടെ ഓപ്ഷൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഓർഡർ അഥവാ മുൻഗണനാ ക്രമത്തിൽ ഇവയെ തയ്യാറാക്കുന്നു എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനു വേണ്ടി നാം എന്ത് ചെയ്യുന്നു, ആദ്യമായി ഒരു വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കുന്നു. ഒന്നാമത് എനിക്ക് ഏത് സ്കൂൾ വേണം, രണ്ടാമത് ഏത് സ്കൂൾ വേണം, മൂന്നാമത് ഏത് സ്കൂൾ വേണം, നാലാമത് ഏത് സ്കൂൾ ഏത് ഗ്രൂപ്പ് വേണം. ഇങ്ങനെ ഓരോ സ്കൂളുകളും ഓരോ ഗ്രൂപ്പുകളും നാം തയ്യാറാക്കി വെക്കുകയും അതിനെ വീണ്ടും ചർച്ചകൾക്ക് വിധേയമായി രക്ഷിതാക്കളുമായി ചർച്ചകൾക്ക് വിധേയമാക്കുകയും ആ ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, ആ ഓർഡറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അവ വീണ്ടും റീറൈറ്റ് ചെയ്തുകൊണ്ട് ഓർഡർ കൃത്യമായി ഒരു മാറ്റവും പിന്നീട് ആവശ്യം വരാത്ത രൂപത്തിൽ അതിനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട തയ്യാറെടുപ്പ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ വെബ്സൈറ്റിനെ സമീപിക്കുന്നത്. ആ വെബ്സൈറ്റിൽ നാം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ കാൻഡിഡേറ്റ് ലോഗിൻ തുറക്കുകയും അത് ഓപ്പണാക്കി അതിനുള്ളിൽ പ്രവേശിച്ച ശേഷമാണ് കാൻഡിഡേറ്റ് ലോഗിന് ഉള്ളിലൂടെയാണ് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ എൻട്രി ചെയ്യാൻ തുടങ്ങുന്നതും അതിനുള്ളിലൂടെയാണ്. അപ്പോൾ ഇതാണ് ആദ്യമായി നാം തയ്യാറാക്കേണ്ടത്, ഓപ്ഷനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അതിനുശേഷം ഓപ്ഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ ഒരു ജില്ലയിലേക്ക് ഒറ്റ ആപ്ലിക്കേഷനെ ഒരു വിദ്യാർത്ഥിക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു അപേക്ഷയെ നൽകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ നൽകാൻ അവസരമുണ്ട്. ഏത് ജില്ലകളിലും അപേക്ഷിക്കാം, എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് അപേക്ഷിക്കാം. അതാണ് ഏകജാലകത്തിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രത്യേകത. അതോടൊപ്പം ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതിന്റെ പാസ്വേഡും നാം ഭദ്രമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നൊന്ന് അപേക്ഷയിൽ സമർപ്പിച്ച ഫോൺ നമ്പർ. ആ ഫോൺ നമ്പർ ഏത് സമയത്തും ലൈവ് ആയിരിക്കണം. കട്ടാവുന്ന ഫോൺ നമ്പർ അല്ല, സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പറാണ് നാം ഇതിൽ കൊടുക്കേണ്ടത്.
അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ നാം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ അടയാളമായി നമുക്കൊരു PDF റിപ്പോർട്ട് ലഭിക്കുന്നു. ആ PDF റിപ്പോർട്ട് വായിച്ചു നോക്കുകയും ഞാൻ ഉദ്ദേശിച്ച സ്കൂളുകളാണ്, കോഡുകളാണ്, ഗ്രൂപ്പുകളാണ് ഈ അപേക്ഷയിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ച്, അതുപോലെ എൻ്റെ പേഴ്സണൽ ഡാറ്റയിലും മറ്റ് റെസിഡൻസ് ഡാറ്റകളിലും ഒന്നും തെറ്റുകളില്ല എന്ന് വായിച്ച് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും അപേക്ഷാർത്ഥിക്കുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കണം. ആരാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നതല്ല ചോദ്യം. ഈ വിദ്യാർത്ഥിയുടെ അപേക്ഷ അത് കൃത്യമാണ് എന്ന് ഓരോ വിദ്യാർത്ഥിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു തെറ്റായ അപേക്ഷ അല്ലെങ്കിൽ അപേക്ഷയിൽ ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിലും അഡ്മിഷൻ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ബോണസ് പോയിന്റിന് വിധേയമായിട്ടുള്ള ലോക്കൽ ബോഡി, ഏത് പഞ്ചായത്തിലാണ് താമസം, ഏത് താലൂക്കിലാണ് താമസം തുടങ്ങിയവ കൃത്യമായി നൽകുക. അതുപോലെ ബോണസ് പോയിന്റിന് അർഹതയുള്ള ചില കാര്യങ്ങൾ നാം ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ആ ബോണസ് പോയിന്റിന് അർഹതയുള്ള ഐറ്റംസും നാം കൃത്യമായി നൽകുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാസ്റ്റാണ്. കാസ്റ്റ് നൽകുമ്പോൾ, വിദ്യാർത്ഥിയുടെ കാസ്റ്റ് നൽകുമ്പോൾ അത് കൃത്യമായിരിക്കണം എന്ന് മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം OBC എന്ന ഒരു പദപ്രയോഗം നമ്മുടെ പൊതുവെ നാം കാസ്റ്റ് ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് OBC എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ ഡയറക്റ്റായിട്ട് നാം പരിഗണിക്കുന്നില്ല. നേരെ മറിച്ച് അതിനുള്ളിലുള്ള ETB, ഈഴവ, തീയ, ബില്ലവ, അവയെ നാം സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. മുസ്ലിം വിഭാഗത്തെ സെപ്പറേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. വിശ്വകർമ്മയെ സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. ലത്തീൻ കത്തോലിക്കനെ സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കുന്നു. ധീവര, കുടുംബി, കുശവൻ തുടങ്ങിയ വിഭാഗങ്ങളെ വ്യത്യസ്ത കാറ്റഗറികളായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും OBC എന്നല്ല അപേക്ഷയിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറികളാണ് അപേക്ഷയിൽ മാർക്ക് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് നാം കൊടുക്കുന്നത്. അഥവാ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്പറായി കൊടുക്കുന്ന ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഓപ്ഷൻ ഒരു വിദ്യാർത്ഥിയുടെ ഫൈനൽ തീരുമാനമായിരിക്കണം. ആ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നും പിന്നെ ഒരു ചേഞ്ചും ഈ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പ്രക്രിയയിൽ ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് എന്നത് വിദ്യാർത്ഥി വിജിലൻ്റായി ആലോചിക്കുകയും അത് ഫൈനൽ തീരുമാനമായിരിക്കുകയും ചെയ്യണം. അത് ഏത് സ്കൂളിലാണ്, ഏത് ഗ്രൂപ്പാണ് എന്നത് വളരെ കൃത്യമായിരിക്കണം. അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ഇതുവരെയുള്ള നിയമത്തിൽ ലഭ്യമല്ല. പിന്നെ വിദ്യാർത്ഥി നൽകേണ്ടത് ആവശ്യമായ ഓപ്ഷനുകളാണ് നൽകേണ്ടത്. ആവശ്യമായ ഓപ്ഷനുകൾ മാത്രമേ നൽകാവൂ. ആവശ്യമായ ഓപ്ഷനുകൾ എല്ലാം നൽകിയിരിക്കണം. ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് ലെവൽ അല്പം കുറവാണെങ്കിൽ ആ വിദ്യാർത്ഥി അതിനനുസൃതമായി കൂടുതൽ ഓപ്ഷനുകൾ, കൂടുതൽ സ്കൂളുകൾ, പോവാൻ പറ്റുന്ന സ്കൂളുകൾ മാത്രമേ നൽകാൻ പാടുള്ളൂ. അല്ലാതെ യാത്ര ചെയ്ത് എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിലേക്ക് സ്കൂൾ ഓപ്ഷൻ നൽകാൻ പാടില്ല. കാരണം അവിടെ നിന്ന് വീണ്ടും ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിച്ച് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് 2 വർഷവും എത്തിപ്പെടാൻ, 2 വർഷം എല്ലാ ദിവസവും എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്കൂളിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. ആവശ്യമുള്ള, ആഗ്രഹമുള്ള ഓപ്ഷനുകൾ ആയിരിക്കണം നൽകേണ്ടത്. കിട്ടിയ ഒരു ഓപ്ഷൻ ആഗ്രഹമില്ലാത്തതാണ് എന്ന് പിന്നീട് നമുക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് ചുരുക്കം. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന് പറയുന്ന റെഗുലർ പഠന മേഖലകളിലേക്ക് ഓപ്പൺ മേഖലകളിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. അതായത് NIOS തുടങ്ങിയ ഓപ്പൺ സ്ട്രീം, സാക്ഷരതാ മിഷന്റെ തുല്യത, SSLC തുടങ്ങിയ മേഖലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന റെഗുലർ 10+2 എന്ന് പറയുന്ന ഈ പാറ്റേണിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ശാരീരികമായ പ്രയാസങ്ങളോ ഉള്ള വിദ്യാർത്ഥികൾക്ക് 40% സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സംവരണമുണ്ട്. അത് അപേക്ഷയിൽ മാർക്ക് ചെയ്യണം. സർട്ടിഫിക്കറ്റ് PDF അപ്ലോഡ് ചെയ്യുകയും വേണം.
പിന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട നമ്മൾ പരിചയപ്പെട്ടു. അവകൾക്ക് ആവശ്യമായ വിദ്യാർത്ഥികൾ അതാത് സമയങ്ങളിൽ പ്രത്യേക ആപ്ലിക്കേഷൻ നൽകുകയും അതിന് പ്രത്യേക ആപ്ലിക്കേഷൻ നമ്പർ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജനറൽ വിഭാഗത്തിൽ നിന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 10% സംവരണവും ലഭ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻസ് നൽകേണ്ടത്, ഓപ്ഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു ഉദാഹരണമായിട്ടൊരു ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ സ്ട്രോങ് ഓർഡറാണ്, ഈ കുട്ടിയുടെ താല്പര്യം ഒരു സ്ട്രോങ് ഓർഡറാണ്. അത് ഏതാണ്? ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഏത് സ്കൂളിലാണെങ്കിലും ആ കുട്ടിക്ക് ഒന്നാമത്തെ കോമ്പിനേഷൻ വേണം എന്ന രൂപത്തിലുള്ള ഒരു സ്ട്രോങ് ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കുട്ടിയുടെ ഓപ്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കുട്ടി സ്ട്രോങ് ഓർഡറാണ്, ഗ്രൂപ്പ് തന്നെ നൽകിയിരിക്കുന്നു. പക്ഷെ ആദ്യമായി ഒരു പ്രത്യേക 1ാം നമ്പർ ഗ്രൂപ്പായ സയൻസ് തന്നെ ലഭിക്കണം. നേരത്തെ കണ്ട കുട്ടിക്ക് സയൻസ് മാത്രം മതി, മറ്റൊരു ഗ്രൂപ്പ് ആവശ്യമില്ല എന്നാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്ന വിദ്യാർത്ഥിക്ക് സയൻസ് ഗ്രൂപ്പ് ഈ പറയപ്പെട്ട സ്കൂളുകളിലെല്ലാം ലഭിക്കണം. ഇനി അത് ലഭിച്ചിട്ടില്ല എങ്കിൽ മാത്രം ഹ്യൂമാനിറ്റീസിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതും ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ശേഷമാണ് വീണ്ടും അതാത് സ്കൂളുകളിൽ കൊമേഴ്സിന്റെ ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമാണ് ഇവിടെ നാം സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഈ രൂപത്തിൽ ഗ്രൂപ്പ് ഓർഡറായിട്ട് കുട്ടിക്ക് കൊടുക്കാം. അങ്ങനെ തന്നെ കൊടുക്കണം എന്നല്ല പറയുന്നത്, അങ്ങനെയും കൊടുക്കാം എന്ന് പറയുന്നു. മറ്റൊരു കുട്ടിക്ക് സ്കൂൾ ഓർഡറാണ് വേണ്ടത്, അതായത് ഏത് ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല. ആ കുട്ടി ഒരു പ്രത്യേക സ്കൂളിൽ 1ാമത് സയൻസ് കൊടുത്തിരിക്കുന്നു, 2ാമത് കൊമേഴ്സ് കൊടുത്തിരിക്കുന്നു, 3ാമത് ഹ്യൂമാനിറ്റീസ് കൊടുത്തിരിക്കുന്നു. മറ്റൊരു സ്കൂളിൽ വീണ്ടും സയൻസ് കൊടുത്തിരിക്കുന്നു, വീണ്ടും കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തിരിക്കുന്നു. മറ്റൊരു സ്കൂളിൽ 1ാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, 36ാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, 11 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ താല്പര്യം എന്ത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് ഗ്രൂപ്പാണ് എന്ന പ്രത്യേകമായൊരു താല്പര്യത്തെക്കാൾ ഉപരി ഓരോ സ്കൂളുകളുടെയും മുൻഗണന അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അപേക്ഷ നൽകുന്ന ചില വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് 3ാമത്തെ ഓപ്ഷനായ ഹ്യൂമാനിറ്റീസ് ലഭിച്ചു എങ്കിൽ ആ കുട്ടിക്ക് 4ാമത്തെ ഓപ്ഷനുകളായ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് 4, 5 കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഈ ഓപ്ഷനുകൾ ലഭിക്കാൻ അവസരമുണ്ട് എങ്കിൽ പോലും അത് ലഭിക്കുകയില്ല. കാരണം 3ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് ഒരിക്കലും താഴെ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് 3ാമത്തെ ഓപ്ഷൻ ലഭിച്ചു എങ്കിൽ ഈ കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ 2ാമത്തെ ഓപ്ഷൻ കിട്ടുമോ എന്ന് കാത്തിരിക്കാൻ സാധിക്കും. തേർഡ് അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് 1ാമത്തെ ഓപ്ഷനിലേക്ക് കയറാൻ പറ്റുമോ എന്ന് കാത്തിരിക്കാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിന്നും ആ കുട്ടിക്ക് മറ്റ് ഹയർ ഓപ്ഷനുകളിലേക്ക് മാറാനുള്ള അവസരമുണ്ട്, പക്ഷേ ഒരു ലോവർ ഓപ്ഷനിലേക്ക് പോകാനുള്ള അവസരമില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഓപ്ഷനുകൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ക്രമം എന്തായിരിക്കണമെന്ന് പലവട്ടം ആലോചിച്ച് അത് ക്രമപ്പെടുത്തിയ ശേഷമാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓക്കെ, അപ്പോൾ ഇനി ഇതാ ഓൺലൈനിൽ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ കോഡ് തെറ്റിപ്പോയി എന്നൊരു സംഭവം ഇവിടെ സംഭവിക്കില്ല. കാരണം കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഏത് സ്കൂളാണ് എന്നും ഏത് ഗ്രൂപ്പാണ് ഏതൊക്കെ സബ്ജക്റ്റാണ് അതിലുള്ളത് എന്നും ഓൺലൈനിൽ എൻട്രി ചെയ്യുമ്പോൾ കാണിക്കുകയും അതിലേതെങ്കിലും ഒന്ന് ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമില്ലാത്തത് അവസാനം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള തെറ്റുകൾ കണ്ടെത്താനും അത് തിരുത്തുവാനുമുള്ള അവസരമുണ്ട് എന്ന് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല. പക്ഷെ അത് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലുമൊക്കെയാണ് ഈ തെറ്റുകൾ നിലനിൽക്കുന്നത്. ഇനി ഇവിടെ മറ്റൊരു ഗ്രൂപ്പ് കാണിച്ചിരിക്കുന്നു. ഇവിടെയും ഈ വിദ്യാർത്ഥി ഗ്രൂപ്പാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രകാരം ഗ്രൂപ്പ് പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ സ്കൂള് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഏത് രൂപത്തിലും വിദ്യാർത്ഥിയുടെ താല്പര്യമാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്ന പ്രധാന വിഷയമെന്ന് ഒരിക്കൽ കൂടി. ഇനി
ബോണസ് പോയിന്റുകൾ എന്തൊക്കെയാണ്? ഹയർ സെക്കൻഡറി അഡ്മിഷനിൽ ഒരു കുട്ടിക്ക് ലഭിച്ച ഗ്രേഡുകൾക്ക് പുറമെ, ലഭിച്ച A+, A തുടങ്ങിയ ഗ്രേഡുകൾക്ക് പുറമെ അവർക്ക് ബോണസ് പോയിന്റുകൾ നൽകുന്നുണ്ട്. അപ്പോൾ SSLC പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് 3 പോയിന്റും, പഠിച്ച അതേ സ്കൂളിലാണ് ഹയർ സെക്കൻഡറിക്ക് അപേക്ഷ നൽകുന്നതെങ്കിൽ 2 പോയിന്റും, ദെൻ താമസിക്കുന്ന അതേ പഞ്ചായത്തിലെ സ്കൂളിലാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ 2 പോയിന്റ് അധികമായിട്ടും, താമസിക്കുന്ന അതേ താലൂക്കിലാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ 1 പോയിന്റും നൽകുന്നു. അപ്പോൾ ഇപ്രകാരം SSLCക്ക് സെയിം സ്കൂളിന്, സെയിം പഞ്ചായത്തിന്, സെയിം താലൂക്കിന് പോയിന്റുകൾ നൽകുന്നു. അതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയായ SPC, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ രാജ്യ പുരസ്കാർ, NCC തുടങ്ങിയ ആക്ടിവിറ്റികൾക്ക് 2 പോയിന്റും, A ഗ്രേഡുള്ള ലിറ്റിൽ കൈറ്റ് വിദ്യാർത്ഥികൾക്ക് 1 പോയിന്റും നൽകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SSLCയിൽ നിലവിൽ ഈ ആക്ടിവിറ്റികൾക്ക് ഗ്രേസ് മാർക്ക് നേടിയിട്ടുണ്ട് എങ്കിൽ അപേക്ഷാ സമയത്ത് ഇവർക്ക് പ്രത്യേക ബോണസ് പോയിന്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ എക്സ് സർവീസ് മെന്നിൻ്റെ ആശ്രിതർക്കാണെങ്കിൽ, മക്കൾക്കാണെങ്കിൽ 3 പോയിന്റും, അതുപോലെ കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്കാണെങ്കിൽ 5 പോയിന്റും നൽകുന്നു. അപ്പോൾ ഇത്തരം പോയിന്റുകൾ എല്ലാം കൂടി ടോട്ടൽ 10 പോയിന്റിനപ്പുറം പോകുന്നു എങ്കിൽ അവിടെ ലിമിറ്റ് ചെയ്യുന്നു, 10 പോയിന്റായി ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ അതിൻ്റെ പോയിന്റുകൾ ബാധകമല്ല എന്നും ഞാൻ സൂചിപ്പിച്ചു. ഇനി ടൈ ബ്രേക്കറാണ്. ഇപ്രകാരം ലഭിച്ച പോയിന്റുകളെല്ലാം ഇനി ഒരുപാട് വിദ്യാർത്ഥികളുടേത് ഈക്വലായി വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ടൈ ബ്രേക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ റാങ്ക് ചെയ്യപ്പെടുന്നത്. ഇതിന് ഒന്നാമത്തെ ടൈ ബ്രേക്കറായി പരിഗണിക്കുന്നത് NTSC, ദേശീയ സംസ്ഥാനതല പരീക്ഷയിൽ യോഗ്യത നേടിയവരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നു. ദെൻ NMMS പരീക്ഷയിൽ യോഗ്യത നേടിയവർക്ക് പരിഗണനയുണ്ട്, USS നേടിയവർക്ക്, LSS നേടിയവർക്ക് പരിഗണനയുണ്ട്. അതോടൊപ്പം വീണ്ടും തുല്യത തുടർന്നാൽ ഹൈസ്കൂൾ തലത്തിൽ പങ്കെടുത്തിട്ടുള്ള നേച്ചർ ക്ലബ്ബ്, ഫോറസ്ട്രി ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളിൽ നിന്ന് 2 ക്ലബ്ബുകൾ ഒരു വിദ്യാർത്ഥിക്ക് നൽകാനുള്ള അവസരമുണ്ട്. അവയുടെ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുകയും വേണം. അഡ്മിഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ WGPA എന്ന് പറയുന്ന വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. A+ന് 9 വാല്യൂവും, A ഗ്രേഡിന് 8 വാല്യൂവും, B+ന് 7 വാല്യൂവും, B ഗ്രേഡിന് 6 വാല്യൂവും, C+ന് 5 വാല്യൂവും, C ഗ്രേഡിന് 4 വാല്യൂവും, D+ന് 3 വാല്യൂവും തുടങ്ങിയ രൂപത്തിലുള്ള വാല്യൂസ് പോസ്റ്റ് ചെയ്യുകയും ഒരു വിദ്യാർത്ഥി ലഭിച്ച ഗ്രേഡുകൾക്കനുസൃതമായി ആ വാല്യൂവിനെ ടോട്ടൽ ചെയ്യുന്നു. ഇതിനെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നു. അതിനുശേഷം ഏത് ഗ്രൂപ്പിലേക്കാണ് കുട്ടി അപേക്ഷ നൽകുന്നത്, സയൻസ് ഗ്രൂപ്പിലേക്കാണെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഇതിലുള്ളത് അതെടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം സ്കോഡ് നമ്പർ 1 ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എടുക്കുന്നു. കൊമേഴ്സ് ഗ്രൂപ്പിലാണെങ്കിൽ മാത്സ് എടുക്കുന്നു. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണെങ്കിൽ SS എടുക്കുന്നു. ഇങ്ങനെ ഓരോ വിഷയങ്ങളും പ്രത്യേകമായി വീണ്ടും ആഡ് ചെയ്യുന്നു. അങ്ങനെ അവയുടെ ഗ്രേഡ് സബ്ജക്റ്റ് വെയിറ്റേജ് 33 എന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നു. അതുപോലെ ബോണസ് പോയിന്റ്, നേരത്തെ പറഞ്ഞ ബോണസ് പോയിന്റ് 2 കാണിച്ചിരിക്കുന്നത്. മൈനസ് പോയിന്റ് ഉണ്ട്, അത് ഒന്നിലധികം തവണ പരീക്ഷ എഴുതി വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിക്ക് മൈനസ് പോയിന്റ് ഉണ്ടാവും. ഇവിടെ മൈനസ് പോയിന്റ് 0 കാണിച്ചിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ സബ്ജക്റ്റ് 10 ആണ്. ടോട്ടൽ സബ്ജക്റ്റ് വെയിറ്റേജ് എടുത്തത് ഇവിടെ 4 ആണ്. അപ്പോൾ ടോട്ടൽ സബ്ജക്റ്റ് ഇവിടെ 14 സബ്ജക്റ്റ് എന്ന് കാണുന്നു. അപ്പോൾ അതിൻ്റെ WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 83 എന്ന് പറയുന്ന ടോട്ടൽ ഗ്രേഡ് പോയിന്റോടുകൂടി ഗ്രോസ് സബ്ജക്റ്റ് വെയിറ്റേജ് ആയ 33 ടോട്ടൽ ചെയ്യുകയും അതുപോലെ ടോട്ടൽ സബ്ജക്റ്റ് 10ഉം അഡീഷണൽ സബ്ജക്റ്റ് 4ഉം അപ്പോൾ 14 ആയിട്ട് എടുക്കുന്നു. പിന്നെ SSLC പഠിച്ചതുകൊണ്ട് 3 ഉണ്ട്, അതുപോലെ ബോണസ് പോയിന്റ് 2 ഉണ്ട്. അങ്ങനെ ഗ്രേഡ് പോയിന്റ് 5 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വിദ്യാർത്ഥിക്ക് ലഭിച്ച ടോട്ടൽ WGPA എന്ന് പറയുന്നത് 8.7 സംതിങ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വാല്യൂവിനെ റാങ്ക് ചെയ്യുമ്പോഴാണ്, ഇപ്രകാരം റാങ്ക് ചെയ്താണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്.
ഇനി ഓരോ വിദ്യാർത്ഥിക്കും, അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ കയറുമ്പോൾ അലോട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ WGPA എത്രയാണ് എന്നുള്ള കാൽക്കുലേഷൻ ഇതുപോലെ ഓരോ സ്കൂളിനും വ്യത്യസ്തമാവാം. അങ്ങനെ ഓരോ സ്കൂളിൻ്റെയും WGPA കാൽക്കുലേഷൻ നിങ്ങൾക്ക് വലതു ഭാഗത്തായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സമുദായം തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റിലെ സമുദായ വിവരം മതി. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാസ്റ്റാണ് കുട്ടി അവകാശപ്പെട്ടതെങ്കിൽ മാത്രമേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ദെൻ ഇനി നമുക്ക് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് hscam.kerala.gov.in എന്ന സൈറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ സൈറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് വിവിധ സ്കൂളുകളും അവയുടെ കോഡുകളും ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇതാ ഇവിടെ മുകളിൽ സ്കൂൾ ലിസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. ആ ജില്ല ഏത് ജില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി ആ ജില്ലയിൽ ഏകജാലക സംവിധാനത്തിലൂടെ വരുന്ന മുഴുവൻ സ്കൂളുകളും ആ സ്കൂളുകളുടെ ഫീച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ കോഡ് കൊടുത്തിട്ടുണ്ട്, സ്കൂൾ നെയിം കൊടുത്തിട്ടുണ്ട്, അവിടെയുള്ള കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്, സ്കൂളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ലഭ്യമായ സെക്കൻഡ് ലാംഗ്വേജുകൾ ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വെബ്സൈറ്റിൻ്റെ ഇടതുഭാഗത്ത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് തൊട്ട് താഴെ വരുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനും ചെയ്യാൻ പറ്റും, പ്രോസ്പെക്ടസ് കാണാൻ പറ്റും, സ്പോർട്സിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്രകാരം കാണിക്കുന്നു. ദെൻ ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് SSLC സ്കീം ഏതാണ് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഒന്നാമത്തെ സ്കീമാണ്. പ്രസന്റ് ഇയറിലെ സ്കീം എപ്പോഴും ഒന്നാമതായിരിക്കും. തൊട്ട് മുൻ വർഷങ്ങളിലെ സ്കീമുകൾ രണ്ടാമതായിരിക്കും. പിന്നെ CBSE അതുപോലെ തന്നെ മറ്റ് സ്കീമുകളൊക്കെ മറ്റ് നമ്പറുകളിൽ താഴേക്ക് കാണാൻ സാധിക്കും. ഏത് സ്കീമാണെന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം SSLCയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യണം. പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യണം. അത് പെർമനൻ്റ് ആയ ഫോൺ നമ്പർ ആയിരിക്കുമെന്നും പറഞ്ഞ് ഇത് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP തിരിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ആ പാസ്വേഡിൽ ഇവിടെ ഒരു ഉദാഹരണമായി ഒരു പാസ്വേഡ് കൊടുത്തിരിക്കുന്നു. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, സ്മോൾ ലെറ്റർ ഉണ്ടാവണം, *, തുടങ്ങിയ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം. ആകെ 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ഈ രൂപത്തിൽ ഒരു പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി വീണ്ടും ലോഗ് ഔട്ട് ആവുന്നു. പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു. ആ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ടും വരുന്നു. അത് എഴുതി സൂക്ഷിച്ചു വെക്കുക. ആ ആപ്ലിക്കേഷൻ നമ്പർ യൂസർ നെയിമായിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കൃത്യമായും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ജില്ല സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്വേഡ് പലതവണ തെറ്റായി ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ, 3-ലധികം തവണ തെറ്റായി ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസറിനെ താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ദെൻ അങ്ങനെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നു. ആ കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ളിലൂടെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് അറിയുന്നത്, അലോട്ട്മെന്റുമായി സ്കൂളിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ട അലോട്ട്മെന്റ് മെമ്മോ ഇതിനുള്ളിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്കാവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് തവണ നിങ്ങൾ കയറിയിറങ്ങേണ്ട നിങ്ങളുടെ ഒരു അക്കൗണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പല സോഷ്യൽ മീഡിയകളിലും അക്കൗണ്ട് ഉണ്ട്. ഇതുപോലെ ഗവൺമെന്റ് അഡ്മിഷൻ സൈറ്റിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് തന്നിരിക്കുന്നു, യൂസർ നെയിം തന്നിരിക്കുന്നു, പാസ്വേഡ് തന്നിരിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഭദ്രമായി അതിനുള്ളിൽ കയറുകയും നിങ്ങളുടെ ഈ പറയപ്പെട്ട ആവശ്യങ്ങളൊക്കെ അതിനുള്ളിൽ നിർവഹിക്കുകയും ചെയ്യേണ്ട ഒരു അക്കൗണ്ടാണ് അത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനായി നിങ്ങൾ പലയിടങ്ങൾ കയറിയിറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം.
അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ കയറുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യമായി കൊടുക്കേണ്ടത് സ്കൂൾ കോഡാണ്. അതായത് നിങ്ങൾ SSLC പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ട് എങ്കിൽ അവിടുത്തെ ഹയർ സെക്കൻഡറിയുടെ കോഡ് കൊടുക്കണം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയ റിലീജിയൻ, കാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണം. ലോക്കൽ ബോഡി ഡീറ്റെയിൽസ്, പഞ്ചായത്ത്, താലൂക്ക്, ജില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളോടൊപ്പം അവിടെ നിങ്ങളുടെ അഡ്രസ്സ്, പാരന്റിന്റെ പേര്, ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്പോർട്സ്, ആർട്സ്, അതുപോലെ സയൻസ് ഫെയർ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ മറ്റ് SPC, NCC, JRC, ലിറ്റിൽ കൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ വീണ്ടും ഈ പേജ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽസിലേക്ക് പോകും. നിങ്ങളുടെ SSLCയുടെ ഗ്രേഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷമാണ് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്ന അടുത്ത പേജിലേക്ക് പോകുന്നത്. ആ ഓപ്ഷൻ എൻട്രിക്ക് ശേഷം നിങ്ങൾ നൽകിയ ബോണസ് പോയിന്റുകളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ, അതിൻ്റെ ഡേറ്റ്, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത് എന്നും അവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഒരു ഫൈനൽ റീഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ മുഴുവനും പ്രത്യക്ഷപ്പെടുകയും അത് നിങ്ങൾ പൂർണ്ണമായി വായിച്ച് തെറ്റില്ല എങ്കിൽ ഫൈനൽ സബ്മിറ്റ് കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്ത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് പറയപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളുടെയും വിവിധങ്ങളായ ചെറിയ ചെറിയ സ്ക്രീൻഷോട്ടുകൾ, ആ പേജുകളുടെ ഒരു സാമ്പിളുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ NCC കൊടുത്തു, ഡിപ്പെൻഡൻ്റ് ഉണ്ടോ കൊടുത്തു, റെസിഡൻസ് കൊടുത്തു, അവിടെ താലൂക്ക്, ജില്ല എല്ലാം കൊടുത്തു. ദെൻ അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ റാങ്ക് ഉണ്ട്, ലാസ്റ്റ് റാങ്ക് ഉണ്ട്, ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻകാർ പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു. മറ്റ് ഓപ്ഷൻകാരാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിലനിൽക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. തേർഡ് അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫറിന് അവസരമുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻകാർക്ക് അവസരമില്ല എന്ന് പറഞ്ഞു. അതുപോലെ എവിടെയും കിട്ടാത്തവർക്ക് മാത്രം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ വീണ്ടും അപേക്ഷ റിന്യൂ ചെയ്യണമെന്ന കാര്യവും നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അത് തുറന്നു കഴിയുമ്പോൾ നമുക്കവിടെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പച്ച കളറിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണും. അപ്പോൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് സ്കൂളിലാണ് ലഭിച്ചത്, ഏത് ഗ്രൂപ്പിലാണ് ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾ കൊടുത്ത ഏതൊക്കെ സ്കൂളുകളാണോ, ഏതൊക്കെ ഗ്രൂപ്പുകളാണോ, അവിടെ ഏത് റാങ്ക് വരെയുള്ള കുട്ടി അലോട്ട്മെന്റ് ചെയ്യപ്പെട്ടു എന്നും ഇവിടെ മൂന്നാമത്തെ ലിങ്കിൽ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൊടുത്ത മുഴുവൻ സ്കൂളുകളിലും എത്ര റാങ്ക് വരെയുള്ള കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്നും നിങ്ങൾ എത്രാമത്തെ റാങ്ക് ആണെന്നും എത്ര വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു റാങ്ക് ഡീറ്റെയിൽസ് കാണിച്ചിരിക്കുന്നു. ഇവിടെ ഓരോ സ്കൂളുകളുണ്ട്, അതിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അവസാനം ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നു. അതാണ് ഒരു സ്കൂളിൽ അലോട്ട് ചെയ്തിരിക്കുന്ന അവസാനത്തെ കുട്ടിയുടെ റാങ്കാണ്. ഇതിൽ യുവർ റാങ്കാണ് ഇപ്പുറത്ത് റാങ്ക് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്കൂളിൻ്റെയും നേരെ നിങ്ങളുടെ WGP എത്രയാണെന്ന് കൊടുത്തിരിക്കുന്നു. ആ WGPൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് കാണാൻ അവിടെ ക്ലിക്ക് ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ WGPയെയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരവും ഈ ലിങ്കിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു വിദ്യാർത്ഥി ഏകജാലക അപേക്ഷ സമർപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞു. തെറ്റില്ലാതെ അപേക്ഷ സമർപ്പിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, സ്കൂളിൻ്റെ ഓപ്ഷൻ ഓർഡർ തയ്യാറാക്കണം, അത് കുറ്റമറ്റതാക്കണം. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കണം, സാധ്യതകൾ മനസ്സിലാക്കണം, ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റുകളെ നാം നേരിടണം. പിന്നീട് ട്രാൻസ്ഫർ എന്ന പ്രക്രിയ നടക്കും. എവിടെയും കിട്ടാത്തവരാണെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെന്റുകൾക്ക് കാത്തിരിക്കണം.
അപ്പോൾ ഇതാണ് ഹയർ സെക്കൻഡറിയുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, അലോട്ട്മെന്റ് പ്രൊസീജിയറുകളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറയുകയും അതോടൊപ്പം മറ്റ് വിവിധങ്ങളായ കോഴ്സുകളെക്കുറിച്ചും ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഉപരിപഠന അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് വീണ്ടും കാണാമെന്ന പ്രത്യാശയോടുകൂടി ചുരുക്കുന്നു. നമസ്കാരം.